CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാട് പരാമർശിച്ച് വ്യവസായി പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കത്ത് ചോർന്ന സംഭവം വലിയ വിവാദമാകുന്നതിനിടെ CPM പോളിറ്റ് ബ്യൂറോ ഇന്ന് ഡൽഹിയിൽ ചേരും. കത്ത് ചോർത്തിയത് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ആണെന്ന ആക്ഷേപങ്ങൾക്ക് ഗോവിന്ദൻ യോഗത്തിൽ മറുപടി നൽകിയേക്കും. അതേസമയം വിഷയം കൂടുതൽ ചർച്ച ചെയ്ത് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകാൻ അവസരം ഒരുക്കേണ്ട എന്നാണ് CPMന്റെ നിലപാട്. ഇന്ന് ചേർന്ന യോഗത്തിൽ ബീഹാർ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചർച്ചയാകും. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന വിഷയങ്ങളും ആനുകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളും പോളിറ്റ് ബ്യൂറോ ഇന്ന് ചർച്ച ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, എന്തായാലും പോളിറ്റ് ബ്യൂറോ ചേരുകയാണ്. അതിൽ ചില നിർണായകമായ കാര്യങ്ങളുണ്ട്. അതിലേറെ ശ്രദ്ധേയം ഈ കത്ത് ചോർന്ന സംഭവം തന്നെയാണ്. അതിൽ MP ഗോവിന്ദൻ മറുപടി നൽകിയേക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ മറ്റു വിഷയങ്ങൾ കൂടി ചർച്ചയാകും. എത്രത്തോളം നിർണായകമാണ് ഇന്നത്തെ PB യോഗം? വിഷ്ണു, പരാതിക്കത്ത് ചോർന്ന സംഭവം നിലനിൽക്കെയാണ് ഇന്നിപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ ചേരുന്നത്. സ്വാഭാവികമായും മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും ഒരു നേതാക്കളും ഈ പ്രശ്നം PB യോഗത്തിൽ ഉന്നയിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. അതേസമയം ഏതെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ പശ്ചിമ ബംഗാളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള PB അംഗങ്ങൾ ഈ വിഷയം ഉന്നയിക്കുക എന്നുള്ളതാണ്. അതിനും വളരെ സാധ്യത വിരളമാണ് എന്നുള്ളതാണ്. പ്രധാനമായും ഈ ഒരു വിഷയത്തിൽ CPMന്റെ നിലപാട് ഈ വിഷയം കാര്യമായി ചർച്ചയ്ക്കെടുക്കേണ്ട എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത് ചർച്ചയാകും തോറും ഈ വിഷയം കൂടുതൽ വഷളാകും. അതുകൊണ്ട് തന്നെ ഇത് ചർച്ചയ്ക്ക് എടുക്കേണ്ട എന്നുള്ള നിലപാടാണ് കൃത്യമായി തന്നെ CPMനുള്ളത്. ഈ വിഷയത്തിൽ CPM മറിച്ചൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഇത് ചർച്ചയാക്കാൻ അല്ലെങ്കിൽ PB യോഗത്തിൽ ഇതാരെങ്കിലും ഉന്നയിക്കാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്ന് വേണം വ്യക്തമാക്കാൻ. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ MP ഗോവിന്ദന്റെ പ്രതികരണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനൊപ്പം തന്നെ ഇന്നിപ്പോൾ PB യോഗത്തിൽ ആനുകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന വിഷയമടക്കം ഇന്നിപ്പോൾ ചർച്ചയുണ്ടാകും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ബീഹാർ SIR വിഷയവും ഇന്നിപ്പോൾ PB യോഗത്തിൽ ഒരുപക്ഷെ ചർച്ചയ്ക്ക് ഉയർന്നേക്കാം എന്നുള്ള കാര്യങ്ങളും വ്യക്തമാകുന്നുണ്ട്. ഏതായാലും PB യോഗത്തിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല എന്നുള്ള വിവരങ്ങളാണ്. ഇന്നലെ വരെ അദ്ദേഹം പങ്കെടുക്കും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.